ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാം. അതായത് ഈ ഒരു ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളുടെ അരുൾദാസിൻ്റെ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം വരുന്ന ഹെഡിങ്ങാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സ്പിൻ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ മെയിനായിട്ടുള്ള ന്യൂക്ലിയർ പാർട്ടിക്കിൾസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പിൻ അല്ലെങ്കിൽ ഇൻട്രിൻസിക് സ്പിൻ ആംഗുലർ മൊമെൻ്റാണ്. അപ്പം അത് നമുക്കറിയാം, അത് ഫ്രീ ആയിട്ടിരിക്കും, അതിന് ഒരു സ്പിന്നിങ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളുടെ എർത്തൊക്കെ സ്പിൻ ചെയ്യുന്ന പോലെ അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്പിന്നിങ് കാരണം ഈ ഒരു ന്യൂക്ലിയസിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാകുന്നു. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഈ സ്പിന്ന് വേരി ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന് ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ, അതുപോലെ ആറ്റോമിക് നമ്പർ. അപ്പം സ്പിന്നിന് പല വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂസ് എന്തൊക്കെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ മാസ് നമ്പറിൻ്റെയും ആറ്റോമിക് നമ്പറിൻ്റെയും പ്രത്യേകതകൾ വെച്ചിട്ടാണ്. അപ്പോൾ മാസ് നമ്പർ, ഇപ്പം ഞാൻ ഈ OE എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഓഡ് അല്ലെങ്കിൽ ഈവൻ എന്നാട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം മാസ് നമ്പർ ഓഡാണെങ്കിൽ, അതായത് ഓഡ് എന്ന് പറഞ്ഞാൽ എന്താ, 1, 3, 5 അങ്ങനെയുള്ള വാല്യൂസ്. അതുപോലെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2, 4, 6 ആ റേഞ്ചിലുള്ള ഇത്. അല്ലെങ്കിൽ ഇപ്പം ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഈവൻ അല്ലെങ്കിൽ ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 3, 5 അതുപോലെയുള്ള വാല്യൂസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റിജർ ആയിരിക്കും. ഇപ്പോൾ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും എവിടെയാണ് എഴുതുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊരു സപ്പോസ് ഇതൊരു ആറ്റം ആണെങ്കിൽ അതിൻ്റെ മാസ് നമ്പർ നമ്മൾ ഇവിടെ ആയിരിക്കും എഴുതുക. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെയും ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പം ഇവിടെ ഓഡ് ഓർ ഈവൻ അല്ലെങ്കിൽ ഇവിടെ ഓഡ് ഓർ ഈവൻ, അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്പിൻ എങ്ങനെയാണ് എന്ന് നോക്കുക. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു മാസ് നമ്പർ, അതായത് ഇവിടെ ഈ പറയുന്ന പോലെ ഓഡ്, അതായത് 1, 3, 5 അതുപോലുള്ളൊരു വാല്യൂ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഹാഫ് ഇൻറ്റീജർ ആയിരിക്കും. ഇതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഹാഫ് അല്ലെങ്കിൽ 3/2, 5/2 അങ്ങനെയുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് സ്പിന്നായിട്ട് കിട്ടുക. ഇനി മാസ് നമ്പർ ഈവൻ ആണെങ്കിൽ, അതായത് 2, 4, 6 അങ്ങനെയുള്ള വാല്യൂസാണ് വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ആറ്റോമിക് നമ്പറാണ്. ആറ്റോമിക് നമ്പർ ഈവൻ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈവൻ നമ്പർ വന്നു, 2, 4, 5 അല്ലേ 2, 4, 6 അങ്ങനെയുള്ള വാല്യൂസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഈവൻ നമ്പർ തന്നെയാണ് വരുന്നതെങ്കിൽ, അതായത് 2, 4, 6 അങ്ങനത്തെ വാല്യൂസാണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ ഉണ്ടാവുന്നത് സ്പിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ സ്പിന്നൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ നമുക്ക് ഈവൻ തന്നെ, അതായത് 2, 4, 6 അങ്ങനത്തെ വാല്യൂസ് വന്നു. അതുപോലെ ഇവിടെ നമുക്ക് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ് വരുന്നത്, അതായത് 1, 3, 5 അങ്ങനത്തെ വാല്യൂസാണ് വരുന്നതെങ്കിൽ അവിടെ ഇൻറ്റീജർ സ്പിൻസ്, അതായത് സ്പിന്നിന് 1, 2, 3, 0, -1, -2 അങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും നമുക്ക് സ്പിന്നായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു സ്പിന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വേരി ചെയ്യുന്ന മാസ് നമ്പറിനെയും ആറ്റോമിക് നമ്പറിനെയും ഉദ്ദേശിച്ചിരിക്കും. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഈ ആറ്റോമിക് സ്പിന്ന്, ഒരു ആറ്റത്തിന് നമുക്കറിയാം അതിന് സ്പിന്നുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് നമുക്കറിയാം. അപ്പം സ്പിന്നെന്ന് പറയുന്നത് I ആണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്പിന്നിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2I+1 ആയിരിക്കും. അതായത് MIക്ക് -I തൊട്ട് +I വരെ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മൊത്തം കൂടി കൂട്ടി പറയുന്നതാണ് 2I+1. 2I+1 വാല്യൂസ് ഉണ്ടായിരിക്കും. 2I+1 വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു MI, ഇപ്പം I എന്ന് പറയണത് ഒരു 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ MI എന്ന് പറയണത് എത്രയായിരിക്കും, 2 × 2 അല്ല 2 × 2 +1 എന്ന് പറയുന്നത് 4 + 1, അതായത് 5 വാല്യൂസ് ഉണ്ടാവും. അതായത് ഇവിടെ ഒരു ഇതുണ്ടാവുകയാണ്. ഇപ്പം I എന്ന് പറയണത് 2 ആണല്ലോ. അപ്പം നമുക്കറിയാം -2, -1, 0, 1, 2 ഇങ്ങനെ 5 വാല്യൂസ് ആയിരിക്കും MIക്ക് ഉണ്ടാവുന്ന പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ഇഫ് ആറ്റമിൻ്റെ സ്പിന്ന് ഐ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് ആകെ നമ്പർ എന്ന് പറയുന്നത് MI എന്ന് പറയുന്നത് 2i+1 വാല്യൂസ് ആയിരിക്കും. ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ഈ ആറ്റംസ് ഈ ഒരു സ്പിൻ എങ്ങനെ ആയിരിക്കും, അത് ഡീജനറേറ്റ് ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഈ സ്പിന്ന് ഇൻട്രൻസിക് സ്പിന്നുള്ള സാധനങ്ങൾ സ്പേസിൽ റാൻഡമായിട്ട് അലൈൻ ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഇതിന് പ്രത്യേകിച്ച് എനർജി ലെവൽസ് ഒന്നും ഉണ്ടാവില്ല, ഡീജനറേറ്റ് ആയിരിക്കും. ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും ലെവൽസിൽ ഇത്രയും പ്രൊജക്ഷൻസിൽ ഈ ഒരു കാര്യം സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു I 2 ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന MI എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതായത് ആ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് 5 ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം അവിടെ 2i+1 എനർജി സ്റ്റേറ്റ്സിലേക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ദ മാഗ്നറ്റിക് മൊമെൻ്റ് അസോസിയേറ്റ് വിത്ത് ദ സ്പിൻ ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് μi is equal to ഇവിടെ ഗാമ IH ക്രോസ് ആണ്. ഗാമ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഗൈറോമാഗ്നറ്റിക് റേഷ്യോ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഗാമയ്ക്ക് പോസിറ്റീവ് ടു നെഗറ്റീവ് വാല്യൂസ് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി I എന്ന് പറയുന്നത് നമുക്കറിയാം സ്പിന്ന്. അതുപോലെ H കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H കട്ട് എന്താണെന്നറിയാമല്ലോ, h/2π. h/2πനെയാണ് നമ്മൾ സിംപ്ലി H കട്ട് എന്ന് പറയുന്നത്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് സ്പിൻ ആംഗുലർ മൊമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂവിനെ നമുക്ക് ഗാമ IH ക്രോസ് എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഇതുപോലെ തന്നെ ഇതേപോലത്തെ തന്നെ ഇത് അല്ലെങ്കിൽ അടുത്ത റിലേഷൻ എന്ന് പറയില്ല, അതുപോലെ അതിൻ്റെ അനദർ റിലേഷനാണ്. അതായത് ഗാമ IH ക്രോസ് എന്ന് പറയുന്നതും ഇതെന്ന് പറയുന്നതും സിമിലറാണ്. അപ്പം GN μN I ഇതാണ് അടുത്ത റിലേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ അടുത്ത റിലേഷൻ GN μN I. വേറെ GN എന്ന് പറയുന്നത് ന്യൂക്ലിയർ G ഫാക്ടറാണ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, അത് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അതുപോലെ μN എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിയാണ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഇൻ ദ സെൻസ് MP എന്ന് പറയുന്നത് MP എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസ്സാണ്. അപ്പം പ്രോട്ടോണിൻ്റെ മാസ് മാറുന്നതനുസരിച്ച് എന്ത് മാറും, പ്രോട്ടോണിൻ്റെ മാസ് എത്രയായിരിക്കുമോ അതനുസരിച്ചിട്ട് നമ്മളുടെ ന്യൂക്ലിയർ മാഗ്നറ്റോൺ മാറും. EH ക്രോസ്/2mb എന്ന് പറയുന്നത്. ഇപ്പം പ്രോട്ടോണിൻ്റെ മാസ് നമുക്കറിയാം, അത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. E എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അതുപോലെ H ക്രോസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് /2π 2mp എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആകെ മൊത്തം ഉള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5.051 × 10⁻⁻25 J ടെസ്ല, ജൂൾസ് പെർ ടെസ്ലയാണ് ഈ ഒരു ന്യൂക്ലിയർ മാഗ്നറ്റോണിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. അത് അടുത്ത ഇതിൽ നമുക്ക് പറയാം.